ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് പരീക്ഷയിലെ 9ാം ക്ലാസ് ബയോളജി ആൻസർ കീയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. 1. പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം: എ. പ്രസ്താവന ശരി, കാരണം തെറ്റ്. 2. ഈസ്റ്റ് ചേർത്ത് മാവ് പുളിപ്പിക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത് വിശകലനം ചെയ്ത് എക്സ് സൂചിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം: സി. ആൽക്കഹോൾ, കാർബൺ ഡയോക്സൈഡ്. 3. എ, ബി കോളങ്ങളിൽ ജോഡി ചേർത്തിരിക്കുന്നവ വിശകലനം ചെയ്ത് ശരിയായത് ഓപ്ഷനുകളിൽ നിന്ന് എടുത്തെഴുതുക. ഉത്തരം: എ. P4, Q3, R2, S1. 4. പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം: സി. 1 തെറ്റ്, 2, 3 ശരി. 5 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. 5. വെന്റിലേഷന്റെ ഒരു ഘട്ടം ചിത്രീകരിച്ചിരിക്കുന്നു. ചിത്രീകരണം വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമെഴുതുക. എക്സും വൈയും തിരിച്ചറിഞ്ഞ് അവയുടെ സങ്കോചം വായുവിന്റെ ശ്വാസകോശത്തിലേക്കുള്ള സഞ്ചാരത്തെ സഹായിക്കുന്നതെങ്ങനെയെന്ന് വിശദമാക്കുക. എക്സ് ഈക്വൽ ടു ഡയഫ്രം, വൈ ഈക്വൽ ടു ഇന്റർകോസ്റ്റൽ പേശികൾ. ശ്വാസകോശത്തിലേക്കുള്ള വായു സഞ്ചാരത്തെ ഇവ സഹായിക്കുന്ന വിധം: ഡയഫ്രം സങ്കോചിക്കുന്നതിലൂടെ അത് താഴേക്ക് നീങ്ങുകയും പരന്നതാവുകയും ചെയ്യുന്നു. ഇത് വക്ഷസറയുടെ താഴേക്കുള്ള വ്യാപ്തം വർദ്ധിപ്പിക്കുന്നു. വാരിയെല്ലുകൾക്കിടയിലുള്ള ഈ പേശികൾ സങ്കോചിക്കുമ്പോൾ വാരിയെല്ലുകൾ മുകളിലേക്കും പുറത്തേക്കും നീങ്ങുന്നു. ഇത് വക്ഷസറയുടെ വശങ്ങളിലേക്കുള്ള വ്യാപ്തം വർദ്ധിപ്പിക്കുന്നു. മേൽപ്പറഞ്ഞ 2 പ്രവർത്തനങ്ങൾ വഴി വക്ഷസറയുടെ വ്യാപ്തം കൂടുകയും അതിനുള്ളിലെ മർദ്ദം അന്തരീക്ഷമർദ്ദത്തേക്കാൾ കുറയുകയും ചെയ്യുന്നു. മർദ്ദം കുറയുന്നതോടെ പുറത്തുള്ള വായു ഉയർന്ന മർദ്ദത്തിൽ നിന്നും കുറഞ്ഞ മർദ്ദമുള്ള ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. 6. എ. ഓസ്മോസിസ് എന്ന പ്രക്രിയയുടെ സവിശേഷത സൂചനയിൽ നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ വിശദീകരിക്കുക. 1. ഉപ്പിലിടുമ്പോൾ മാങ്ങ ചുളുങ്ങുന്നു. കാരണം മാങ്ങയുടെ ഉള്ളിലെ ജലത്തിന്റെ ഗാഢത പുറത്തെ ഉപ്പുവെള്ളത്തിലെ ജലത്തിന്റെ ഗാഢതയേക്കാൾ കൂടുതലായിരിക്കും. ഓസ്മോസിസ് വഴി മാങ്ങയ്ക്കുള്ളിലെ ജലതന്മാത്രകൾ അർദ്ധതാര്യസ്തരമായ കോശസ്തരത്തിലൂടെ പുറത്തെ ഉപ്പുവെള്ളത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇങ്ങനെ ജലം പുറത്തു പോകുന്നതിനാൽ മാങ്ങയുടെ കോശങ്ങൾ ചുരുങ്ങുകയും മാങ്ങ ചുളുങ്ങുകയും ചെയ്യുന്നു. 2. ശുദ്ധജലത്തിലിട്ട് വിത്തുകൾ വിയർക്കുന്നു. കാരണം ഉണങ്ങിയ വിത്തിനുള്ളിലെ ജലത്തിന്റെ ഗാഢത പുറത്തെ ശുദ്ധജലത്തിലെ ഗാഢതയേക്കാൾ വളരെ കുറവായിരിക്കും. ഓസ്മോസിസ് പ്രക്രിയയിലൂടെ പുറത്തുള്ള ശുദ്ധജലം വിത്തിന്റെ ആവരണത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എൻഡോസ്മോസിസ്. ജലം ഉള്ളിൽ നിറയുന്നതിലൂടെ വിത്തിലെ കോശങ്ങൾ വീർക്കുകയും തൽക്കുലമായി വിത്ത് വലുതാവുകയും ചെയ്യുന്നു. 6. ബി. പദാർത്ഥ സംവഹനത്തെ അടിസ്ഥാനമാക്കി നൽകിയിരിക്കുന്ന പ്രസ്താവനകൾക്ക് കാരണമെഴുതുക. എ. പൂക്കളുടെ ഗന്ധം ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നു. കാരണം വിസരണം. വിശദീകരണം: പൂക്കളിൽ നിന്നുള്ള ഗന്ധതന്മാത്രകൾ വായുവിൽ കലരുന്നു. തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സ്വതന്ത്രമായി വ്യാപിക്കുന്ന പ്രക്രിയയാണ് വിസരണം. വായുവിലൂടെ വിസരണം വഴി ഈ ഗന്ധതന്മാത്രകൾ ദൂരേക്ക് വ്യാപിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഗന്ധം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ബി. ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നു. കാരണം സുഗമ വിസരണം. ഗ്ലൂക്കോസ് തന്മാത്രകൾക്ക് കോശസ്തരത്തിലൂടെ നേരിട്ട് ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. അതിനാൽ കോശസ്തരത്തിലുള്ള ചില വാഹക പ്രോട്ടീനുകൾ ഗ്ലൂക്കോസ് തന്മാത്രകളെ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അഥവാ കോശത്തിനുള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നു. ഊർജം ചെലവാക്കാതെ വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടെ നടക്കുന്ന ഈ വിസരണമാണ് ഇതിനു കാരണം. 7. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ചുമരെഴുത്തിന്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു. മതിയായ അളവിൽ വെള്ളം കുടിക്കാത്തതും യഥാസമയം മൂത്രമൊഴിക്കാത്തതും വൃക്കകളുടെ ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നൽകിയിരിക്കുന്ന പ്രസ്താവനയോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1.
വൃക്കക്കല്ല്. വെള്ളം കുറച്ചു കുടിക്കുമ്പോൾ ലവണങ്ങൾ മൂത്രത്തിൽ അമിതമായി അടിഞ്ഞുകൂടുകയും അത് വൃക്കക്കല്ലുകൾ ഉണ്ടാകാനിടയാക്കുകയും ചെയ്യുന്നു. 2. അണുബാധ. മൂത്രം കൃത്യസമയത്ത് ഒഴിക്കാതിരുന്നാൽ മൂത്രസഞ്ചിയിൽ ബാക്ടീരിയകൾ പെരുകുകയും അത് വൃക്കകളെ ബാധിക്കുന്ന ഗുരുതരമായ അണുബാധകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. 3. മാലിന്യങ്ങൾ. ശരീരത്തിലെ വിഷാംശവും മാലിന്യങ്ങളും കൃത്യമായി പുറന്തള്ളാൻ വൃക്കകൾക്ക് ആവശ്യത്തിന് ജലം അത്യാവശ്യമാണ്. 8. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ഈ ജീവികളുടെ ചട്ടക്കൂടുകൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? മണ്ണിരയും ഞണ്ടും വ്യത്യസ്ത തരം ചട്ടക്കൂടുകളുള്ള ജീവികളാണ്. മണ്ണിര എക്സ്. ഇതിന് ദ്രാവക ചട്ടക്കൂടാണുള്ളത്, ഹൈഡ്രോസ്റ്റാറ്റിക് സ്കെലറ്റൻ. ശരീരത്തിനുള്ളിലെ ദ്രാവകത്തിന്റെ മർദ്ദം ഉപയോഗിച്ചാണ് മണ്ണിര ശരീരം ദൃഢമാക്കി നിർത്തുന്നതും ചലിക്കുന്നതും. ഞണ്ട് വൈ. ഇതിന് ബാഹ്യാസ്ഥികൂടമാണ്, എക്സോസ്കെലറ്റൻ. ശരീരത്തിന് പുറത്തുള്ള കടുപ്പമേറിയ തോടാണ് ഇതിന്റെ ചട്ടക്കൂടായി പ്രവർത്തിക്കുന്നത്. ബി. വൈ എന്ന ജീവിയിൽ ചട്ടക്കൂട് നിർവഹിക്കുന്ന വിവിധ ധർമ്മങ്ങൾ എഴുതുക. ഞണ്ടിന്റെ ബാഹ്യാസ്ഥികൂടം താഴെ പറയുന്ന ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. 1. സംരക്ഷണം. മൃദുവായ ആന്തരിക അവയവങ്ങളെ ശത്രുക്കളിൽ നിന്നും ബാഹ്യപരിക്കുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. 2. ആകൃതി നൽകുന്നു. ശരീരത്തിന് കൃത്യമായ രൂപവും ഉറപ്പും നൽകുന്നു. 3. പേശികളുടെ ബന്ധനം. ചലനത്തിന് സഹായിക്കുന്ന പേശികളെ ശരീരത്തോട് ഉറപ്പിച്ചു നിർത്താൻ ഇത് സഹായിക്കുന്നു. 4. നിർജ്ജലീകരണം തടയുന്നു. ശരീരത്തിനുള്ളിലെ ജലം ബാഷ്പീകരിച്ചു പോകുന്നത് കടുപ്പമേറിയ ഈ പുറന്തോട് സഹായിക്കുന്നു. 9. ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ഒരേ സമയം നടക്കുന്നത് സസ്യങ്ങളിലെ വാതകവിനിമയ പ്രക്രിയയെ എങ്ങനെ സഹായിക്കുന്നു? ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും ഒരേ സമയം നടക്കുന്നത് സസ്യങ്ങളിലെ വാതകവിനിമയത്തെ വളരെ കാര്യക്ഷമമായി സഹായിക്കുന്നു. ഇതിന്റെ പ്രധാന വശങ്ങൾ താഴെ പറയുന്നവയാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി പുറത്തുവരുന്ന ഓക്സിജൻ കോശശ്വസനത്തിനായി സസ്യം ഉപയോഗിക്കുന്നു. അതുപോലെ ശ്വസന പ്രക്രിയയിലുണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നു. ഈ 2 പ്രവർത്തനങ്ങളും ഒരേ സമയം നടക്കുമ്പോൾ പുറത്തുനിന്നും വാതകങ്ങൾ സ്വീകരിക്കുന്നതിലും ഉള്ളിലുള്ളവ പുറത്തുവിടുന്നതിലും ഒരു സന്തുലിതാവസ്ഥയുണ്ടാകുന്നു. പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന്റെ നിരക്ക് ശ്വസനത്തേക്കാൾ കൂടുതലാണ്. അതിനാൽ ശ്വസനത്തിലൂടെ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിന് പുറമെ അന്തരീക്ഷത്തിൽ നിന്നും സസ്യം കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നു. ഈ വാതകവിനിമയം സുഗമമാക്കാൻ ഇലകളിലെ ചെറിയ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ സഹായിക്കുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും അധികമുള്ള ഓക്സിജൻ പുറത്തുപോകുന്നതും. 10. എ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ ജലം വിഘടിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത്? 1. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഹൈഡ്രജൻ നൽകുന്നത് ജലം വിഘടിക്കുമ്പോഴാണ്. 2. ഈ പ്രവർത്തനത്തിലൂടെ ഉപോൽപ്പന്നമായി ഓക്സിജൻ പുറത്തുവിടുന്നു. 3. പ്രകാശഘട്ടത്തിൽ ഊർജ്ജരൂപമായ ATP നിർമ്മിക്കാനും ഈ പ്രവർത്തനം സഹായിക്കുന്നു. ബി. ഹരിതകണത്തിന്റെ സ്ട്രോമയിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനത്തിന് ആവശ്യമായ വസ്തുക്കൾ ഏതെല്ലാം? ഹരിതകണത്തിന്റെ സ്ട്രോമയിൽ വെച്ച് നടക്കുന്ന ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നു. ഇതിനാവശ്യമായ പ്രധാന വസ്തുക്കൾ ഇവയാണ്. 1. കാർബൺ ഡയോക്സൈഡ് CO2 അന്തരീക്ഷത്തിൽ നിന്നും ആഗിരണം ചെയ്യുന്നത്. 2. ഹൈഡ്രജൻ പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ചതിലൂടെ ലഭിക്കുന്നത് NADPH വഴി എത്തുന്നു. 3. ATP പ്രകാശഘട്ടത്തിൽ സംഭരിക്കപ്പെട്ട ഊർജം. 10b. പ്രകാശ സംശ്ലേഷണ ഫലമായുണ്ടാകുന്ന ഉൽപ്പന്നം അതേ രൂപത്തിൽ സംഭരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈ ഉൽപ്പന്നം ഏതൊക്കെ പോഷകഘടകങ്ങളായാണ് സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്നത്? ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഉത്തരം: പ്രകാശ സംശ്ലേഷണ ഫലമായുണ്ടാകുന്ന ആദ്യ ഉൽപ്പന്നം ഗ്ലൂക്കോസാണ്. ഇത് അതേ രൂപത്തിൽ സംഭരിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണങ്ങൾ: 1. ഗ്ലൂക്കോസ് ജലത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്ന പദാർത്ഥമാണ്. ഇത് കോശങ്ങളിലെ ജലാംശത്തിന്റെ ഗാഢതയിൽ മാറ്റം വരുത്താൻ കാരണമാകും. 2. ഗ്ലൂക്കോസ് പെട്ടെന്ന് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള പദാർത്ഥമാണ്. അതുകൊണ്ട് ചെടികൾ ഗ്ലൂക്കോസിനെ ഉടൻ തന്നെ ജലത്തിൽ ലയിക്കാത്തതും രാസപരമായി കൂടുതൽ സ്ഥിരതയുള്ളതുമായ അന്നജമാക്കി അഥവാ സ്റ്റാർച്ചാക്കി മാറ്റുന്നു. സസ്യങ്ങളിൽ സംഭരിക്കപ്പെടുന്ന പോഷകഘടകങ്ങൾ ഏതെങ്കിലും 2 എണ്ണം: 1. അന്നജം,
2 പ്രോട്ടീൻ. 11. ഒരു ആരോഗ്യ സെമിനാറിൽ ക്ലാസ് നയിച്ച ഡോക്ടറുടെ സംഭാഷണ ഭാഗം ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. പാൽ, പാലുൽപ്പന്നങ്ങൾ, തൈർ, പനീർ, മുട്ട, ഇലക്കറികൾ, ചെറിയ മത്സ്യങ്ങൾ. ബി. സൂര്യപ്രകാശമേൽക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ വിറ്റാമിൻ ഡി അഥവാ വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നു. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന കാൽസ്യം ആഗിരണം ചെയ്യാൻ ശരീരത്തിന് വിറ്റാമിൻ ഡി അത്യാവശ്യമാണ്. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിൽ അസ്ഥികൾക്ക് കാഠിന്യം കുറയുകയും വളയുകയും ചെയ്യുന്ന റിക്റ്റഡ്സ് അഥവാ കുരണ്ട രോഗം പോലുള്ള അവസ്ഥകളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ അസ്ഥികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സൂര്യപ്രകാശമേൽക്കുന്നത് അത്യാവശ്യമാണ്. 12. ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദ പരിശോധന ഫലമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ രക്തസമ്മർദ്ദം വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഓരോ സംഖ്യയും ഏതെല്ലാം രക്തസമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം: സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന സംഖ്യകൾ സൂചിപ്പിക്കുന്ന രക്തസമ്മർദ്ദങ്ങൾ. ചിത്രത്തിലെ ഡിജിറ്റൽ സ്ക്രീനിൽ 2 പ്രധാന അളവുകൾ കാണാം. ഒന്ന്, മുകളിലെ സംഖ്യ 150. ഇത് സിസ്റ്റോളിക് മർദ്ദത്തെ സൂചിപ്പിക്കുന്നു. ഹൃദയത്തിലെ അറകൾ സങ്കോചിച്ച രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യുമ്പോഴുള്ള മർദ്ദമാണിത്. 2, താഴെ രണ്ടാമത്തെ സംഖ്യ 100. ഇത് ഡയസ്റ്റോളിക് മർദ്ദത്തെ സൂചിപ്പിക്കുന്നു. ഹൃദയ അറകൾ വികസിച്ചിരിക്കുമ്പോഴുള്ള അഥവാ വിശ്രമാവസ്ഥയിലുള്ള മർദ്ദമാണിത്. ബി. ഈ വ്യക്തിയുടെ രക്തസമ്മർദ്ദം സാധാരണ രക്തസമ്മർദ്ദത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം: രക്തസമ്മർദ്ദത്തിലെ വ്യത്യാസവും അവസ്ഥയുടെ പേരും. സാധാരണ രക്തസമ്മർദ്ദം ഒരാരോഗ്യവാനായ വ്യക്തിയുടെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg ആണ്. വ്യത്യാസം: ഈ വ്യക്തിയുടെ ഫലം സാധാരണ നിലയേക്കാൾ, അതായത് 120/80 mmHgയേക്കാൾ വളരെ കൂടുതലാണ്. അതായത് സിസ്റ്റോളിക് മർദ്ദവും ഡയസ്റ്റോളിക് മർദ്ദവും ഉയർന്ന നിലയിലാണ്. അവസ്ഥയുടെ പേര്: രക്തസമ്മർദ്ദം സാധാരണ നിലയേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഈ അവസ്ഥയെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദമെന്ന് വിളിക്കുന്നു. 13A. അസ്ഥിയുടെ ഘടന ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. എക്സ് എന്ന ഭാഗം തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രത്യേകത എഴുതുക. ഉത്തരം: എക്സ് എന്നത് പെരിയോസ്റ്റിയം ആണ്. പ്രത്യേകത: അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന കടുപ്പമേറിയ തന്തുരൂപത്തിലുള്ള ആവരണമാണിത്. ഇതിലാണ് അസ്ഥികളിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ എത്തിക്കുന്ന രക്തക്കുഴലുകൾ കാണപ്പെടുന്നത്. ബി. അസ്ഥികൾക്ക് കാഠിന്യവും ബലവും നൽകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം: അസ്ഥികളുടെ കാഠിന്യത്തിനും ബലത്തിനും പ്രധാനമായും 2 ഘടകങ്ങളാണ് സഹായിക്കുന്നത്. അസ്ഥി മാട്രിക്സ്, കാൽസ്യം ലവണങ്ങൾ അടങ്ങിയ കോശബാഹ്യദ്രവ്യമാണിത്. കൊളാജൻ നാരുകൾ, ഇത് അസ്ഥികൾക്കാവശ്യമായ ഉറപ്പും ഇലാസ്തികതയും നൽകുന്നു. സി. ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളുടെ ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതുക. ഉത്തരം: ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളുടെ ധർമ്മങ്ങൾ പുതിയ അസ്ഥികോശങ്ങളെയും മാട്രിക്സിനെയും നിർമ്മിച്ച് അസ്ഥികളുടെ വളർച്ചയെ സഹായിക്കുന്നു. അസ്ഥി പുനർനിർമ്മാണം, അസ്ഥികൾക്ക് പൊട്ടലോ നാശമോ സംഭവിക്കുമ്പോൾ അവയെ പുനർനിർമ്മിക്കാനും ബലപ്പെടുത്താനും സഹായിക്കുന്നു. 13B. തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. എക്സ് എന്ന ഭാഗം തിരിച്ചറിഞ്ഞ് അതിന്റെ പ്രത്യേകത എഴുതുക. ഉത്തരം: എക്സ് എന്നത് സൂചിപ്പിക്കുന്നത് തരുണാസ്ഥിയെയാണ്. പ്രത്യേകത: അസ്ഥികളെ അപേക്ഷിച്ച് വഴക്കമുള്ളതും മൃദുവായതുമായ ഒരു പ്രത്യേകതരം കലയാണിത്. ഇതിന്റെ മാട്രിക്സിൽ കാൽസ്യം ലവണങ്ങൾ കുറവായതിനാലാണ് ഇതിന് വഴക്കം ലഭിക്കുന്നത്. ബി. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്ത് എക്സിന്റെ ധർമ്മമെന്ത്? ഉത്തരം: ചിത്രത്തിൽ എക്സ് തരുണാസ്ഥി നിർവഹിക്കുന്ന ധർമ്മം സന്ധികളിൽ അസ്ഥികൾ തമ്മിൽ നേരിട്ട് കൂട്ടിമുട്ടുന്നത് തടയുന്നു. സന്ധികൾ ചലിക്കുമ്പോഴുണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാനും ആഘാതങ്ങളെ ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു. സി. ഇതര കലകളേക്കാൾ സാവധാനത്തിലാണ് എക്സ് വളരുന്നത്. എന്തുകൊണ്ട്? ഉത്തരം: ഇതര കലകളേക്കാൾ സാവധാനത്തിൽ എക്സ് വളരാനുള്ള കാരണം തരുണാസ്ഥികളിലേക്ക് രക്തക്കുഴലുകൾ നേരിട്ട് എത്തുന്നില്ലെന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ഇക്കാരണത്താൽ പോഷകങ്ങളും ഓക്സിജനും കോശങ്ങളിലേക്കെത്തുന്നത് വിസരണം വഴിയാണ്. ഈ പ്രക്രിയ സാവധാനത്തിൽ നടക്കുന്നതിനാൽ കോശങ്ങളുടെ വളർച്ചയും കേടുപാടുകൾ തീർക്കുന്ന പ്രവർത്തനങ്ങളും മറ്റു കലകളെ അപേക്ഷിച്ച് സാവധാനത്തിലാകുന്നു. 14. സസ്യങ്ങളിലെ സംവഹന കലകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിശകലനം ചെയ്ത് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ബി എന്നീ പ്രസ്താവനകളിൽ പരാമർശിച്ചിരിക്കുന്ന കോശങ്ങൾ ഏവ? ഉത്തരം: എ, ബി എന്നീ പ്രസ്താവനകളിൽ പരാമർശിച്ചിരിക്കുന്ന കോശങ്ങൾ: എ. ഫ്ലോയം, ബി. സൈലം. ബി. ഈ കോശങ്ങളിലൂടെയുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന പ്രക്രിയകൾ ഏവ? ഉത്തരം: ഈ കോശങ്ങളിലൂടെയുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന പ്രക്രിയകൾ: സൈലത്തിലൂടെ ജലസംവഹനം, വേരുമർദ്ദം, ട്രാൻസ്പിരേഷൻ പുൾ, ജലതന്മാത്രകളുടെ കോഹിഷൻ അഡീഷൻ ബലങ്ങൾ എന്നിവ ജലത്തെ മുകളിലേക്കെത്തിക്കാൻ സഹായിക്കുന്നു. ഫ്ലോയത്തിലൂടെ ആഹാരസംവഹനം, ഈ പ്രക്രിയയെ ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കുന്നു.
ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഇലകൾ കുറഞ്ഞ ഭാഗത്തേക്ക് ഓസ്മോസിസ് വഴിയാണ് ആഹാരം സഞ്ചരിക്കുന്നത്. സി. ബിയിൽ പരാമർശിച്ചിരിക്കുന്ന കോശം നീണ്ട പൈപ്പ് പോലെ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? ഉത്തരം: കാരണം വേരിൽ നിന്ന് ഇലകളിലേക്ക് ജലം തുടർച്ചയായി എത്തിക്കേണ്ടതുണ്ട്. സൈലം കുഴലുകളിലെ കോശങ്ങളുടെ ഇടയിലുള്ള ഭിത്തികൾ നശിച്ചുപോകുന്നതിലൂടെ അവ ഒന്നിനു പുറകെ ഒന്നായി അടുക്കിവെച്ച നീണ്ട പൈപ്പുകൾ പോലെ മാറുന്നു. ഇത് ജലത്തിന് യാതൊരു തടസ്സവുമില്ലാതെ മുകളിലേക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കുന്നു. 15. ചിത്രം പകർത്തി വരച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ചിത്രം പകർത്തി വരയ്ക്കുക. എ. എക്സ്, വൈ എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഉത്തരം: എക്സ് സൈനോവിയൽ സ്തരം, സൈനോവിയൽ മെംബ്രെയിൻ. വൈ സൈനോവിയൽ ദ്രവം, സൈനോവിയൽ ഫ്ലൂയിഡ്. ബി. എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന്റെ ധർമ്മമെഴുതുക. ഉത്തരം: എക്സ് എന്ന ഭാഗത്തിന്റെ ധർമ്മം സന്ധികളിലെ സന്ധിവീകനത്തിനകത്തുള്ള ദ്രവമായ സൈനോവിയൽ ദ്രവം, സൈനോവിയൽ ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് സൈനോവിയൽ സ്തരത്തിന്റെ പ്രധാന ധർമ്മം. ഈ സൈനോവിയൽ ദ്രവം സന്ധികൾ ചലിക്കുമ്പോൾ അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് സന്ധികളുടെ സുഗമമായ ചലനത്തിന് അത്യാവശ്യമാണ്. 16. എ. തന്നിരിക്കുന്ന സൂചകങ്ങളെ അടിസ്ഥാനമാക്കി ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ എന്നിവ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: കോശശ്വസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. കോശശ്വസനത്തിന്റെ ഒന്നാം ഘട്ടമായ ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുന്നത്. എന്നാൽ രണ്ടാം ഘട്ടമായ ക്രെബ്സ് സൈക്കിൾ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. ഗ്ലൈക്കോളിസിസ് പ്രക്രിയയിൽ ഒരു തന്മാത്ര ഗ്ലൂക്കോസ് വിഘടിച്ച് രണ്ട് തന്മാത്ര പൈറൂവിക് ആസിഡായി മാറുന്നു. ക്രെബ്സ് സൈക്കിളിൽ ഈ പൈറൂവിക് ആസിഡ് മൈറ്റോകോൺഡ്രിയയിൽ കടന്ന് വിവിധ രാസമാറ്റങ്ങളിലൂടെ കടന്നുപോകുകയും കാർബൺ ഡയോക്സൈഡും ജലവുമായി പൂർണ്ണമായി വിഘടിക്കപ്പെടുകയും ചെയ്യുന്നു. ഗ്ലൈക്കോളിസിസ് നടക്കാൻ ഓക്സിജന്റെ ആവശ്യമില്ല. അതിനാൽ ഇത് വായുശ്വസനത്തിലും വായുരഹിത ശ്വസനത്തിലും പൊതുവായ ഘട്ടമാണ്. എന്നാൽ ക്രെബ്സ് സൈക്കിൾ നടക്കാൻ ഓക്സിജൻ അത്യാവശ്യമാണ്. ഈ രണ്ട് ഘടകങ്ങളിലൂടെയും കടന്നുപോകുമ്പോഴാണ് ഭക്ഷണത്തിലെ ഊർജ്ജം ATP തന്മാത്രകളായി നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പാകത്തിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. ഇതിൽ ക്രെബ്സ് സൈക്കിളിലാണ് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 16. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ഓക്സിജൻ സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ വഹിക്കുന്ന പങ്ക് വിശദീകരിക്കുക. ഉത്തരം: രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പടങ്ങിയ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ശ്വാസകോശത്തിലെ വായു അറകളിൽ വെച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സിഹീമോഗ്ലോബിൻ എന്ന താൽക്കാലിക സംയുക്തമായി മാറുന്നു. രക്തം കോശങ്ങളിലെത്തുമ്പോൾ ഓക്സിഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ കോശങ്ങളിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുകയും ഹീമോഗ്ലോബിൻ തിരികെ രക്തത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ബി. കാർബൺ ഡയോക്സൈഡ് സംവഹനം ചെയ്യപ്പെടുന്ന രണ്ട് മാർഗ്ഗങ്ങൾ എഴുതുക. ഉത്തരം: 1. ബലം കുറഞ്ഞ സംയുക്തങ്ങളായി. ഭൂരിഭാഗം കാർബൺ ഡയോക്സൈഡും രക്തപ്ലാസ്മയിലെ ജലവുമായി ചേർന്ന് ബൈകാർബണേറ്റ് രൂപത്തിലാണ് സംവഹനം ചെയ്യപ്പെടുന്നത്. 2. ഹീമോഗ്ലോബിനുമായി ചേർന്ന്. ചെറിയൊരു ശതമാനം കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമീനോ ഹീമോഗ്ലോബിനായി സംവഹനം ചെയ്യപ്പെടുന്നു. 17. ഒരു കുട്ടി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് പേശികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. P, Q എന്നീ പേശികൾ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഉത്തരം: P. മിനുസപേശികൾ, സ്മൂത്ത് മസിൽസ്. Q. അസ്ഥിപേശികൾ, സ്കെലിറ്റൽ മസിൽസ്. ബി. ഇവയെ തിരിച്ചറിയാൻ സഹായിച്ച രണ്ട് സവിശേഷതകൾ എഴുതുക. ഉത്തരം: P. മിനുസപേശികൾ, സ്മൂത്ത് മസിൽസ്. ഇവയുടെ കോശങ്ങൾ രണ്ട് അഗ്രങ്ങളും കൂർത്ത കതിരാകൃതിയുള്ളവയാണ്, സ്പിൻഡിൽ ഷേപ്ഡ്. ഓരോ കോശത്തിലും ഒരു കോശകേന്ദ്രം മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അസ്ഥിപേശികളെപ്പോലെ ഇവയിൽ കുറുകെയുള്ള വരകൾ, സ്ട്രയേഷൻസ് കാണപ്പെടുന്നില്ല. Q. അസ്ഥിപേശികൾ, സ്കെലിറ്റൽ മസിൽസ്. ഇവ നീളമുള്ള സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ്. ഒരു കോശത്തിൽ തന്നെ ഒന്നിലധികം കോശകേന്ദ്രങ്ങൾ കാണപ്പെടുന്നു. ഈ പേശികളിൽ വ്യക്തമായ കറുത്തതും വെളുത്തതുമായ കുറുകെയുള്ള വരകൾ കാണപ്പെടുന്നു. സി. ഇവയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന പേശി Q അഥവാ അസ്ഥിപേശിയാണ്. ഈ പേശികൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ: കൈകൾ, കാലുകൾ, നാക്ക്, കഴുത്ത്. 18. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. എക്സ്, വൈ എന്നീ അവയവങ്ങൾ ഏതെല്ലാം? ഉത്തരം: എക്സ് കരൾ, വൈ വൃക്ക. ബി. അമോണിയ യൂറിയയായി മാറ്റപ്പെടുന്നതെങ്ങനെ? ഉത്തരം: കോശങ്ങളിൽ അമിനോ ആസിഡുകൾ വിഘടിക്കപ്പെടുമ്പോൾ രൂപപ്പെടുന്ന അത്യന്തം വിഷാംശമുള്ള വാതകമാണ് അമോണിയ. കരളിൽ വെച്ച് ചില എൻസൈമുകളുടെ സഹായത്തോടെ അമോണിയയെ കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ ഓർണിത്തൈൻ സൈക്കിൾ എന്ന് വിളിക്കുന്നു. സി. രക്തത്തിൽ നിന്ന് മൂത്രം രൂപപ്പെടുന്നതിന് സഹായകമായ പ്രക്രിയകൾ ഏതെല്ലാം? ഉത്തരം: രക്തത്തിൽ നിന്ന് മൂത്രം രൂപപ്പെടുന്നതിന് സഹായകമായ പ്രക്രിയകൾ ഏതെല്ലാം? വൃക്കയിലെ നെഫ്രോണുകളിൽ വെച്ച് 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് മൂത്രം രൂപപ്പെടുന്നത്. അൾട്രാഫിൽട്രേഷൻ, ഗ്ലോമറുലസിൽ വെച്ച് രക്തം ഉയർന്ന സമ്മർദ്ദത്തിൽ അരിക്കപ്പെടുന്നു. പുനരാകിരണം,
ശരീരത്തിനാവശ്യമുള്ള ഘടകങ്ങൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ജലം തുടങ്ങിയവ രക്തത്തിലേക്ക് തിരികെ എടുക്കപ്പെടുന്നു. സ്രവണം. രക്തത്തിലെ ചില മാലിന്യങ്ങൾ വൃക്കനളികകളിലേക്ക് നേരിട്ട് സ്രവിക്കപ്പെടുന്നു. ഡി. രക്തത്തിൽ നിന്ന് ആദ്യം രൂപീകരിക്കപ്പെടുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ എല്ലാ ഘടകങ്ങളും മൂത്രത്തിൽ കാണപ്പെടാത്തതെന്തുകൊണ്ട്? ഉത്തരം: ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ധാതുലവണങ്ങൾ, ആവശ്യമായ ജലം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഫിൽട്രേറ്റ് വൃക്കനളികകളിലൂടെ റീനൽ ട്യൂബ്യൂൾസിലൂടെ കടന്നുപോകുമ്പോൾ ഈ ഉപകാരപ്രദമായ വസ്തുക്കളെ ചുറ്റുമുള്ള രക്തക്കുഴലുകൾ വഴി ശരീരം തിരികെ ആഗിരണം ചെയ്യുന്നു. അതിനാൽ വിസർജ്യ വസ്തുക്കൾ മാത്രമാണ് അവസാനമായി മൂത്രത്തിൽ അവശേഷിക്കുന്നത്. 18 ബി. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. എക്സ്, വൈ എന്നിവ എന്തെന്ന് എഴുതുക. ഉത്തരം: എക്സ്, വൈ എന്നിവ ഏതെല്ലാം? എക്സ് അഭിവാഹിധമനിക, ഗ്ലോമറുലസിലേക്ക് രക്തമെത്തിക്കുന്ന രക്തക്കുഴൽ. വൈ അപവാഹിധമനിക, ഗ്ലോമറുലസിൽ നിന്ന് രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴൽ. ബി. സെഡ് എന്ന ഭാഗത്ത് രൂപപ്പെടുന്ന ദ്രാവകമേത്? ഇത് മൂത്രമായി മാറുന്നതെങ്ങനെ? ഉത്തരം: ദ്രാവകം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. മാറുന്ന വിധം. ബോമാൻസ് ക്യാപ്സ്യൂളിൽ എത്തുന്ന ഈ ഫിൽട്രേറ്റ് വൃക്കനളികകളിലൂടെ കടന്നുപോകുമ്പോൾ ശരീരത്തിനാവശ്യമായ വസ്തുക്കൾ ഗ്ലൂക്കോസ്, ജലം തുടങ്ങിയവ രക്തത്തിലേക്ക് തിരികെ ആഗിരണം ചെയ്യപ്പെടുന്നു. ആവശ്യമില്ലാത്ത വസ്തുക്കൾ സ്രവിക്കപ്പെടുന്നു. ഈ പ്രക്രിയകൾക്കൊടുവിൽ അവശേഷിക്കുന്ന ദ്രാവകമാണ് മൂത്രമായി മാറുന്നത്. സി. എക്സ്, വൈ എന്നിവയുടെ വ്യാസവ്യത്യാസം ഈ ദ്രാവകത്തിന്റെ രൂപീകരണത്തിന് സഹായകമാവുന്നതെങ്ങനെ? ഉത്തരം: അഭിവാഹിധമനിയുടെ എക്സ് വ്യാസം അപവാഹിധമനിയുടെ വൈ വ്യാസത്തേക്കാൾ കൂടുതലാണ്. ഈ വ്യാസവ്യത്യാസം കാരണം ഗ്ലോമറുലസിനുള്ളിൽ ഉയർന്ന ഒരു രക്തസമ്മർദ്ദം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അനുഭവപ്പെടുന്നു. ഈ ഉയർന്ന മർദ്ദമാണ് രക്തത്തെ അരിച്ചെടുക്കാനും ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപീകരിക്കാനും സഹായിക്കുന്നത്. ഡി. വൃക്കാധമനിയിലെ രക്തവും വൃക്കാസിരയിലെ രക്തവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഉത്തരം: യൂറിയയുടെ അളവ്. വൃക്കാധമനിയിൽ യൂറിയയുടെ അളവ് കൂടുതലായിരിക്കും. എന്നാൽ വൃക്കയിൽ വെച്ച് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതിനാൽ വൃക്കാസിരയിൽ യൂറിയയുടെ അളവ് വളരെ കുറവായിരിക്കും. ഓക്സിജന്റെ അളവ്. വൃക്കാധമനി ഓക്സിജൻ കൂടുതലുള്ള രക്തം വൃക്കകളിലേക്ക് എത്തിക്കുന്നു. വൃക്കയിലെ കോശങ്ങൾ ഈ ഓക്സിജൻ ഉപയോഗിക്കുന്നതിനാൽ വൃക്കാസിരയിലെ രക്തത്തിൽ ഓക്സിജൻ കുറവായിരിക്കും. കാർബൺ ഡയോക്സൈഡിന്റെ അളവ്. വൃക്കാധമനിയിൽ കാർബൺ ഡയോക്സൈഡ് കുറവായിരിക്കും. എന്നാൽ വൃക്കയിലെ കോശശ്വസനത്തിന് ശേഷം പുറന്തള്ളപ്പെടുന്നതിനാൽ വൃക്കാസിരയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും. ഗ്ലൂക്കോസിന്റെ അളവ്. വൃക്കാധമനിയിൽ ഗ്ലൂക്കോസ് കൂടുതലായിരിക്കും. വൃക്കയുടെ പ്രവർത്തനങ്ങൾക്കായി ഊർജ്ജം ഉപയോഗിക്കുന്നതിനാൽ വൃക്കാസിരയിലെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നേരിയ തോതിൽ കുറവായിരിക്കും.